ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടി. വ്യാഴഗ്രഹത്തിൻ്റെ മാറ്റത്തോടു കൂടി വൻ നേട്ടം കൈവരിക്കുന്നതും ഭാഗ്യവർദ്ധനവ് ഉണ്ടാവുന്നതും ധനനേട്ടങ്ങൾ ഉണ്ടാവുന്നതും ഐശ്വര്യം അഭിവൃദ്ധിയും വന്നു ചേരുന്നതും എല്ലാവിധ യോഗങ്ങളും, അതായത് വാഹനയോഗം, ഭവനയോഗം, ഉദ്യോഗക്കയറ്റം, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ മാർഗം, തൊഴിലവസരങ്ങൾ, ബിസിനസ് പുരോഗതി, പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുക, പുതിയ നേട്ടങ്ങൾ കൈവരിക്കുക, പുതിയ ഉന്നതിലേക്ക് പതിക്കുക, ധനലാഭവർദ്ധന ഉണ്ടാവുക, ചെയ്യുന്ന ബിസിനസ്സുകളിലെല്ലാം മുന്നേറ്റങ്ങൾ ഉണ്ടാവുക, ചെയ്യുന്ന തൊഴിലിലെല്ലാം അഭിവൃദ്ധി ഉണ്ടാവുക, ഐശ്വര്യം ആരോഗ്യം ഉണ്ടാവുക, ആരോഗ്യ പുഷ്ടി ഉണ്ടാവുക, ശാരീരപരമായിട്ടുള്ള സുഖങ്ങൾ ഉണ്ടാവുക, നേട്ടങ്ങൾ ഉണ്ടാവുക, ഭാഗ്യവർദ്ധനം ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അത് ഏതിലെല്ലാം നേട്ടങ്ങൾ കൂടുതലായി കൈവരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഏത് രാശികളിലാണ്? 2 രാശികളാണ് ഉള്ളത്. ഒന്ന് മേടൻ രാശി. മേടൻ രാശിക്ക് പറയാൻ കാരണം എന്താ വെച്ചെന്ന് പറഞ്ഞാൽ 11ാം ഭാവത്തിൽ മൂലക്ഷേത്രത്തിൽ, അതായത് ശനിയുടെ സ്വക്ഷേത്രമായിട്ടുള്ള മൂലക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ശനി വളരെ ബലവാനാണ്. അതും ലാഭസ്ഥാനമായിട്ടുള്ള 11ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ആ 11ാം ഭാവം ലാഭസ്ഥാനമായ കാരണം കൊണ്ടും വ്യാഴൻ ധനസ്ഥാനമായ 2ാം ഭാവത്തിൽ വരുന്നത് കാരണം കൊണ്ടും, അത് മേടൻ രാശിയുടെ 2ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് കാരണം കൊണ്ടാണ് ഈ നേട്ടങ്ങൾ ഒരുപാട് വരാനുള്ളത്. ഈ മേടൻ രാശിക്കാർക്ക് പറയുകയാണെങ്കിൽ ധനാഭിവൃദ്ധി, ഐശ്വര്യവർദ്ധനവ്, ധനലബ്ധി, ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയാം. ലോട്ടറി ഭാഗ്യം എന്ന് വെച്ചാൽ ജാതകത്തിലും കൂടി നല്ല സമയമാണെങ്കിൽ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള പാരിതോഷികങ്ങൾ, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഭാഗപ്പിരിവ് ചെറുപ്പം നമ്മളുടെ പൂർവിക സ്വത്തെല്ലാം സ്ഥിതിയിൽ വരിക. അതുപോലെ തന്നെ ഭാര്യ വഴിക്കുള്ള സ്വത്തുകൾ കൈവരിക്കുക. കുറേ കാലമായി തർക്ക വിഷയമായി കടന്നിരിക്കുന്ന ഭൂമികളെല്ലാം നമ്മുടെ അധീനത്തിൽ വരിക, അല്ലെങ്കിൽ അതിൻ്റെ വിഹിതം കിട്ടുക, അതായത് അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഓഹരി കിട്ടുക എന്നെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അത്യത്ഭുതമായിട്ടുള്ള മാറ്റങ്ങൾ വന്ന് കൈവരിക്കുവാനുള്ള സാധ്യതയും, ബിസിനസ്സുകളിൽ നേട്ടങ്ങൾ, വൻകിട നേട്ടങ്ങൾ സംബന്ധമായിട്ടുള്ള ബിസിനസ്സിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഭാഗ്യവർദ്ധനവ് ഉണ്ടാവും. അതിലൂടെ പല ധനലാഭങ്ങൾ, കോടീശ്വര യോഗം എന്നൊക്കെ പറയാം, അങ്ങനെയുള്ളതുണ്ടാവും. വിവാഹം കഴിക്കാത്തവർക്കാണെങ്കിൽ നല്ല സ്ഥിതിയിലുള്ള വിവാഹ ലബ്ധി വരുവാനും അതുമൂലം ധനാഭിവൃദ്ധികൾ വരുവാനുള്ള സാധ്യത, നമ്മൾക്ക് എത്താൻ പറ്റാത്ത ലെവലിലുള്ള അങ്ങനെയുള്ള ഒരു ഭാഗ്യവർദ്ധനം ഉണ്ടാവുക എന്നുള്ളതും, തൊഴിൽ സംബന്ധമായിട്ട് നേട്ടങ്ങൾ കൈവരിക്കുവാനും ധനാഗമങ്ങൾ വന്നു ചേരുവാനും, ബിസിനസ്സിലൂടെ ധനവർദ്ധന വരുവാനും, സ്വർണ്ണാഭരണ മേഖലയിലൂടെ ധനം കരസ്ഥമാക്കുവാനും, വാഹന വിപണിയിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുവാനും, വാഹന ബിസിനസ് വർദ്ധിക്കുവാനും, വാഹന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനും, ആഡംബര ഭവനം, ആഡംബര വാഹനം എന്നിവ അതീതനിൽ വന്നു ചേരുവാനും, ധനലാഭവർദ്ധനവായിട്ടുള്ളതും, ഉദ്യോഗ കയറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും, പുരോഗമങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും, സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധിയും വന്നു ചേരുവാനും, സന്താനങ്ങൾ ഉന്നത നിലവാരത്തിൽ എത്തുന്നതോടുകൂടി അവരുടെ തൊഴിൽ മാർഗങ്ങൾ പുനഃസൃഷ്ടിച്ചു കഴിഞ്ഞ് അതിലൂടെ വരുന്ന ധനലാഭങ്ങൾ കൈക്കൊള്ളുവാനുള്ള യോഗങ്ങളും, അതുപോലെ തന്നെ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള യോഗങ്ങളും, വൻകിട ലാഭങ്ങൾ, അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനനേട്ടങ്ങൾ, അതായത് പ്രതീക്ഷിക്കാതെയുള്ള ധനനേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കന്നിരാശിക്കാർക്ക് 6ാം ഭാവത്തിൽ നിൽക്കുന്ന, അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശനി, അതുപോലെ തന്നെ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ വരവ്, ഇതോടുകൂടിയിട്ടാണ് ഇവർക്ക് കന്നിരാശിക്കാർക്ക് ഭാഗ്യവശാൽ ധനം വന്ന് ചേരും. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യങ്ങൾ ഉണ്ടാവും. ജാതകത്തിൽ കൂടി നല്ല സമയമാണെങ്കിൽ ലോട്ടറി ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ധനാഗമങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഉന്നതന്മാരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സഹകരണങ്ങൾ മൂലം ബിസിനസ് വർധനവുണ്ടാവുക. അതുപോലെ തന്നെ പൂർവിക സ്വത്ത് അധീനത്തിൽ വരിക, ഉദ്യോഗ കയറ്റങ്ങൾ ഉണ്ടാവുക, വിദേശവാസത്തിലൂടെ ധനാഗമങ്ങൾ വന്നു ചേരുക, ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സഫലമാക്കുക,
ധനവർദ്ധനം ഉണ്ടാവുക, ഭാര്യ വഴിക്കുള്ള ഷെയറുകൾ കിട്ടുക, സന്താനങ്ങൾ വഴിക്കുള്ള ധനാഗമങ്ങൾ ഉണ്ടാവുക, ഭാഗ്യവർദ്ധനം ഉണ്ടാവുക, അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനാഗമങ്ങൾ ഉണ്ടാവുക, വാഹന യോഗം ഉണ്ടാവുക, ഭൂമി ലാഭം ഉണ്ടാവുക, റിലേ സംബന്ധമായിട്ടുള്ള ഇതിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ അതിലൂടെ ധനാഗമങ്ങൾ വന്നു ചേരുക, അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ധനം വന്ന് ചേരുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റങ്ങൾ വന്ന് സംഭവിക്കാനുള്ള ആഗ്രഹങ്ങൾ സാധനങ്ങളെല്ലാം വന്ന് ചേരും. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത്, ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വിദേശ യോഗം കൈവന്നിരിക്കുന്നത്. അത് ഭാഗ്യകടാക്ഷത്തിലുള്ള വിദേശ യോഗമായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം പുതിയ ബിസിനസ്സിലേക്കുള്ള വഴികൾ തെളിഞ്ഞു വരും. അതിലൂടെ ധനാഗമങ്ങൾ ഉണ്ടാവും, ഭാഗ്യവർദ്ധനം ഉണ്ടാവും, മനസ്സുഖം ഉണ്ടാവും, സന്താനങ്ങളുണ്ടാവും, സന്താന ഭാഗ്യങ്ങളുണ്ടാവും, വിവാഹ ഇതുണ്ടാവും. പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കെല്ലാം വിവാഹം അത് കലാശിക്കും. പ്രണയിക്കുവാനുള്ള ആഗ്രഹം സംഭവിച്ചിരിക്കുന്നല്ല, അതുകൊണ്ട് കേസ് വഴക്കുകളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം വിജയിച്ച് വരുവാനുള്ള സാധ്യത, ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യത, തടസ്സങ്ങളെല്ലാം മാറി മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും ഭാഗ്യകടാക്ഷത്താൽ ദൈവാനുഗ്രഹത്താൽ വന്ന് ചേരുന്ന പല ഭാഗ്യങ്ങളും വന്ന് ചേരുവാനുള്ള സാഹചര്യം ഈ 2 രാശിക്കാർക്കും, മേടൻ രാശിക്കാർക്കും കന്നി രാശിക്കാർക്കും ഉണ്ടെന്നാണ്. മേടൻ രാശി പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗവും, കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും, അത്തവും ചിത്തിരയുടെ ആദ്യത്തെ പകുതി ഭാഗവും ചേരുന്ന കന്നി രാശിക്കാർക്കാണ്. ഈ 2 രാശിക്കാർക്കാണ് അപൂർവപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്നത് എന്ന് തന്നെ പറയാം, വ്യാഴ മാറ്റത്തോടു കൂടി. നമസ്കാരം.